വടകര യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വടകര കോട്ടപ്പറമ്പിൽ വെച്ച് നടന്ന ചടങ്ങിൽ യുഡിഎഫ് പ്രകടന പത്രിക വടകര എംപി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രകാശനം ചെയ്തു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ 19 കമ്പനി കേന്ദ്രസേനയെ നിയോഗിക്കുമെന്നും ഇതിനായി കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു. സിപിഎം ബിജെപിയും ആക്രമണത്തിന്റെ പാത ഒഴിവാക്കണമെന്നും കണ്ണൂരിലെ ബോംബ് നിർമ്മാണം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ഇതിനായി പോലീസ് ശക്തമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. കൊലപാതകളെ വെള്ളപൂശുന്ന പാർട്ടിയെ സിപിഎം മാറിയെന്നും അക്രമം ആഭരണമായി കൊണ്ട് നടക്കുകയാണ് സിപിഎം ചെയ്യുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. കൊലപാതക രാഷ്ട്രീയത്തിൽ അവർ പുറകോട്ട് പോകുന്നില്ല. അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും പാത ഉപേക്ഷിക്കാൻ എന്തുകൊണ്ട് ബിജെപിയും സിപിഎമ്മും ഈ മേഖലകളിൽ തയ്യാറാകുന്നില്ല? ഇവർ രണ്ടുപേർ കൊലപാതകം അവസാനിപ്പിച്ചാൽ രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ ഉണ്ടാകില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി സമാധാന അന്തരീക്ഷത്തോടു കൂടി തന്നെ നടത്തും. 19 കേന്ദ്രസേനയുടെ കമ്പനി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രസേനയെ കിട്ടിയില്ലെങ്കിലും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആവശ്യമുള്ള സേനയെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. കേന്ദ്രസേനയെ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കത്തയക്കാൻ ഞാൻ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കത്തയക്കും. കേന്ദ്രസേനയെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും പോലീസ് ഉപയോഗിച്ചുകൊണ്ട് ഈ വടകര താലൂക്കിലും നമ്മുടെ കണ്ണൂരിലും കാസർഗോഡ് ജില്ലയിലും കൂടുതൽ പോലീസ് സേനയെ വിന്യസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് നിർഭയമായി വോട്ട് ചെയ്യാനുള്ള അവസരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വടകര കോട്ടപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന യുഡിഎഫ് സ്ഥാനാർത്ഥികളെ സദസ്സിനെ പരിചയപ്പെടുത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ.സി. അബു, മനേത്ത് ചന്ദ്രൻ, പി. ശങ്കരൻ, എം.സി. ഇബ്രാഹിം, എൻ. സുബ്രഹ്മണ്യൻ, ഐ. മൂസ, പാറക്കൽ അബ്ദുള്ള, എം. ഭാസ്കരൻ, പ്രവീൺ കുമാർ, എ.ടി. ശ്രീധരൻ, പുത്തൂർ അസീസ്, അഡ്വക്കേറ്റ് ഇ. വത്സൻ, എ.ടി. ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കടത്തനാട്ടിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരവുമായി ഗോകുലം ഗോൾഡ്, ഗോകുലം ടവർ, ക്യൂൻസ് റോഡ്, വടകര. സാമ്പത്തിക വിനിമയ രംഗത്ത് 4 പതിറ്റാണ്ടിലേറെ കാലത്തെ വിശ്വസ്ത സേവന പരിചയം കൈമുതലാക്കിയ ശ്രീ ഗോകുലം ഗ്രൂപ്പിന്റെ സ്വർണ്ണ വ്യാപാര രംഗത്തെ ആദ്യത്തെ സംരംഭമാണ് ഗോകുലം ഗോൾഡ്. പാരമ്പര്യ ഡിസൈനുകളോടൊപ്പം സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ കേരള, ബോംബെ, കൽക്കത്ത, സിംഗപ്പൂർ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും. കടത്തനാടിന്റെ കനകകാന്തി ശ്രീ ഗോകുലം ഗോൾഡ്, ഗോകുലം ടവർ, ക്യൂൻസ് റോഡ്, വടകര.